ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻ്റർപ്രൈസ് സ്ട്രക്ചറിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിഫൈൻ കമ്പനിയും ക്രിയേറ്റ് കമ്പനി കോഡും അത് തമ്മിൽ അസൈൻമെൻറ്റും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളിനി പഠിക്കാൻ പോകുന്നത് എങ്ങനെ ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നമ്മുടെ കമ്പനി കോഡായ റിലയൻസ് ജിയോയ്ക്ക് ഒരുപാട് ബ്രാഞ്ചസ് കാണും. കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും അങ്ങനെ പലയിടത്തായിട്ട് ബ്രാഞ്ചസ് കാണും. അപ്പോൾ ഈ ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ബിസിനസ് ഏരിയ. ഈ ബിസിനസ് ഏരിയയുടെ യൂസ് എന്ന് പറയുമ്പോൾ പോസ്റ്റിംഗ് വരുന്ന ടൈമിൽ ഈ ബിസിനസ് ഏരിയ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ കൊച്ചിയിലുള്ള ഒരു റിലയൻസ് ജിയോയുടെ ഒരു ബ്രാഞ്ചസിലാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ സാലറി പോസ്റ്റ് ചെയ്യണം, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏത് ലൊക്കേഷന് ആണ് ഈ പോസ്റ്റിംഗ് നടക്കുന്നതെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് നിന്നാണ് നമ്മൾ ഈ ബിസിനസ് ഏരിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബിസിനസ് ഏരിയ നമ്മൾ കൊച്ചിയിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കും. ഇനി ട്രിവാൻഡ്രത്താണെങ്കിൽ ഈ സെയിം ട്രാൻസാക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആ ജേണൽ എൻട്രി അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ബിസിനസ് ഏരിയയോടെ കണക്ട് ചെയ്തതിന് ശേഷം വേണം പോസ്റ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ ആ പോസ്റ്റിങ് അതാത് ബിസിനസ് ഏരിയയായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബിസിനസ് ഏരിയ എന്താണെന്ന് കാര്യം മനസ്സിലായല്ലോ. ഇനി അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അത് നമുക്ക് കോഡ് വഴി തന്നെ പോകാം. അപ്പോൾ ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് SPR എന്നുള്ള കോഡ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ വിൻഡോയിലോട്ട് വീണ്ടും വന്നു. അവിടുന്ന് എൻ്റർപ്രൈസ് സ്ട്രക്ചർ ഓപ്പൺ ചെയ്യുന്നു. അവിടുന്ന് ഡെഫിനിഷൻ, അവിടുന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഡിഫൈൻ ബിസിനസ് ഏരിയ. അവിടെ നമുക്ക് പുതിയതായിട്ട് ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ എൻട്രീസ്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീനിലേക്ക് ഡയറക്റ്റ് വരാൻ വേണ്ടി നമുക്ക് T കോഡ്സും ഉണ്ട്. OX03 എന്ന് ടൈപ്പ് ചെയ്താൽ ഈ സ്ക്രീനിലേക്ക് ഡയറക്റ്റ് എൻ്റർ ആവും. അവിടെ നിന്ന് ന്യൂ എൻട്രീസ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കോഡൊന്ന് മാക്സിമം സ്പീഡിൽ അതായത് വിൻഡോസിലോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് T കോഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സീക്വൻസൊക്കെ നമുക്ക് ഓർത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് സീക്വൻസ് ഓർത്ത് വെക്കേണ്ടി വരും. അപ്പോൾ T കോഡ്സ് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. T കോഡ്സും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ സീക്വൻസ് പഠിക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും എളുപ്പം T കോഡ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊച്ചി എന്നുള്ളതെടുത്ത് കൊച്ചിയും ട്രിവാൻഡ്രം രണ്ട് ബിസിനസ് ഏരിയസാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര ബിസിനസ് ഏരിയ ആണെങ്കിലും നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കൊച്ചി എന്നുള്ളതാണ്, കൊച്ചിയും ട്രിവാൻഡ്രവും. അപ്പം കൊച്ചി എന്നുള്ളതിന് ഞാനൊരു T കോഡ് കൊടുക്കുകയാണ്. KO11 എന്ന് കൊടുത്തു. എന്നിട്ട് കൊച്ചിന്ന് ഞാൻ കൊടുത്തു. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം TR7 പറഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രവും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു കീ എക്സിസ്റ്റഡ് ആണ്. ഓക്കെ, KO17ഉം TR7 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് ബിസിനസ് ഏരിയസ് ക്രിയേറ്റ് ചെയ്തു, സേവ് ചെയ്യുന്നു. സിമ്പിളാണിത്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് അതിന് ഈ പ്ലേസ്, അതായത് ലൊക്കേഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി അതിന് നമ്മളൊരു കോഡ് യൂസ് ചെയ്യുന്നു. SAPലല്ല, ഞാൻ കോഡ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാത്തിനും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു യുണീക്ക് കോഡ്സ്. ഓക്കെ, അപ്പോൾ കൊച്ചിയും ട്രിവാൻഡ്രവും ക്രിയേറ്റ് ചെയ്തു. അതിന് നമ്മൾ ഓരോ കോഡും കൊടുത്തു. ഇനി കോഡ് വെച്ചായിരിക്കും ഈ പ്ലേസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിഫൈൻ ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ. ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ എന്നുള്ളതിനകത്തിൽ തന്നെ ഉണ്ട് എന്താണ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്ന ഏരിയ. അതായത് ഈ ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കസ്റ്റമേഴ്സിന് നമ്മളൊരു ലിമിറ്റ് സെറ്റപ്പ് ചെയ്യുകയാണ്. നമ്മുടെ സെയിൽസ് ലിമിറ്റാണത്. അതായത് ക്രെഡിറ്റ് സെയിൽ ചെയ്യുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ യൂസ് ചെയ്യുന്നത്. ഇത് എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സേഫ്റ്റി മെഷറാണ്. കമ്പനി ഒരു വലിയൊരു കടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ ഒരു മെഷർ നമ്മുടെ കമ്പനി കോഡിനെ സഹായിക്കും. കമ്പനി കോഡ് വൈസ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റിലയൻസ് ജിയോ എന്ന് പറയുന്ന കമ്പനി കോഡിനാണ് നമ്മളിത്
സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മളിത് ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം ഇത് കമ്പനി കോഡുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് അത് ചെയ്യുന്നത്. ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, രണ്ടാമത്തെ സ്റ്റെപ്പിൽ അത് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിവിടെ ഒരു എമൗണ്ട് കൊടുക്കുകയാണ്. 50,000 അല്ല, ഒരു 10 ലക്ഷം എന്ന് ഞാൻ സെറ്റ് ചെയ്തതെന്ന് വെച്ചു. 10 ലക്ഷം രൂപ ക്രെഡിറ്റ് കൺട്രോൾ ഏരിയയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം അത് കമ്പനി കോഡുമായിട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ 10 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ക്രെഡിറ്റ് സെയിൽ നടക്കത്തില്ല. ഇതാണ് ക്രെഡിറ്റ് കൺട്രോൾ ഏരിയയുടെ യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള കോഡും ഉണ്ട്, OB45. നമുക്ക് സീക്വൻസ് വഴി പോകാം. /n ഞാൻ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് SPRO കോൺഫിഗറേഷൻ വിൻഡോ വന്നതിന് ശേഷം എൻ്റർപ്രൈസ് സ്ട്രക്ചറിനകത്ത് സെയിം പാത്ത് തന്നെയാണ്. ഡെഫിനിഷൻ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഡിഫൈൻ ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ, എക്സിക്യൂട്ട് കൊടുത്തു. അവിടുന്ന് ന്യൂ എൻട്രീസ്. ഓക്കെ, ഇവിടെ ഞാൻ RP01 തന്നെ അതിനൊരു വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ ഡിനോട്ട് ചെയ്യാനും വേണ്ടി അതിനൊരു 4 ഡിജിറ്റ് കോഡ്, ഞാൻ കമ്പനി കോഡ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു വിഷയമില്ല. കോഡ്സ് എല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അപ്പം കമ്പനി കോഡ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും മറക്കത്തില്ല. ഞാൻ അവിടെ കറൻസി സെറ്റ് ചെയ്തു INR. ഇതിന് ശേഷം ക്രെഡിറ്റ് ലിമിറ്റാണ് കൊടുക്കുന്നത്. ഞാനൊരു 10 lakhs കൊടുത്തു. ഓക്കെ, 10 lakh കൊടുത്തു കഴിഞ്ഞാൽ ഇനി 10 lakhsന് മുകളിലോട്ടുള്ളൊരു ക്രെഡിറ്റ് സെയിൽ പോസ്റ്റ് ആവത്തില്ല. ഓക്കെ, അതാണ് ക്രെഡിറ്റ് ലിമിറ്റ് എന്ന്, ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ബാക്കിലോട്ട് വന്നിട്ട് അതിനൊരു ഡിസ്ക്രിപ്ഷനോടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ RP01. ഓക്കെ, ക്രെഡിറ്റ് കൺട്രോൾ ഏരിയയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിന് കോഡൊന്നുണ്ട്, OB45 എന്നുള്ളതാണ് കോഡ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. OB45 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ വന്ന് കണ്ടോ. ഇവിടെ നമ്മൾ ന്യൂ എൻട്രീസ് എടുത്താണ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നമുക്ക് നോക്കാം. അസൈൻ കമ്പനി കോഡ് ടു ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ. അതായത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ നമ്മുടെ കമ്പനി കോഡുമായിട്ട് കണക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ കണക്റ്റ് ചെയ്താൽ മാത്രമേ ഇപ്പോൾ ചെയ്ത ഇപ്പോൾ ചെയ്ത ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ വാല്യൂബിൾ ആവത്തുള്ളൂ. അതായത് ഇത് കമ്പനി കോഡുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ പോസ്റ്റിംഗ് നടക്കുമ്പോൾ ഇത് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം, ഇത് കണക്ട് ചെയ്യാതിരിക്കുന്ന പക്ഷം ഇതുകൊണ്ടൊരു യൂസും ഇല്ലാതെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമ്പനീസുമായിട്ട് അസൈൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നി എന്തുകൊണ്ട് ബിസിനസ് ഏരിയ അസൈൻ ചെയ്തില്ലെന്ന്. ബിസിനസ് ഏരിയ എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ടുള്ളതാണ്. അതായത് നമുക്കിതിൽ ഒരുപാട് കമ്പനി കോഡ്സ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഒരൊറ്റ കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതല്ലാതെ വേറെയും കമ്പനി കോഡ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി കോഡ്സിനെല്ലാം കോമൺ ആയിട്ട് ഈ ബിസിനസ് ഏരിയ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ക്ലയൻറ്റ് ലെവൽ, കമ്പനി കോഡ് ലെവൽ എന്ന് പറഞ്ഞിട്ടൊക്കെ അതിനെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. അപ്പം ബിഗിനിങ് സെഷൻ ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി കോഡിനെ ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ ആയിട്ട് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. OB38 ആണ് കമ്പനി കോഡിൻ്റെ അതിൻ്റെ കോഡ്. അത് നമുക്ക് സീക്വൻസ് വഴി തന്നെ പോകാം. അതിനുശേഷം T കോഡ് ചെക്ക് ചെയ്യാം. SPRO ടൈപ്പ് ചെയ്യുന്നു. അവിടുന്ന് എൻ്റർപ്രൈസ് സ്ട്രക്ചറിനകത്ത് അസൈൻമെൻറ്റിനകത്തിലാണത് പോകുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അസൈൻ കമ്പനി കോഡ് ടു ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ, എക്സിക്യൂട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കാൻ. അതിനുശേഷം അതിൽ നിന്ന് തന്നെ നല്ലത് നമുക്ക് ഇവിടെ നിന്ന് താഴെ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചൂസ് ചെയ്യാം. കമ്പനി കോഡ് നമുക്കറിയാം, RP01. ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ നമ്മൾ ആ സെയിം കമ്പനി കോഡിൻ്റെ പേരിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് സെയിം പേരിൽ ക്രിയേറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കമ്പനി കോഡുമായിട്ട് കണക്റ്റ് ആവത്തില്ല, ലിങ്ക് ആവത്തില്ല. നമ്മളിവിടെ വന്ന് ഈ സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ ലിങ്ക് ആവത്തുള്ളൂ. നമുക്ക് ഏത് പേരിലാണെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, ഓരോ വേരിയൻ്റ് ഇഷ്ടമുള്ള പേരിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അത് ലിങ്ക് ചെയ്ത് കൊടുക്കണം. അത് ഏത് പേരിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താലും ശരി, അത് ലിങ്ക് ചെയ്താലേ അതിനൊരു വാല്യൂ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ RP01 എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ ഏരിയയും നമ്മൾ കമ്പനി കോഡുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ എൻ്റർപ്രൈസ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ കംപ്ലീറ്റഡ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിംഗ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഡിഫൈൻ കമ്പനി ചെയ്തു, അവരുടെ മെയിൻ ബിസിനസ് ആയിരുന്നു. അതിനുശേഷം
അവരുടെ സബ് കമ്പനി, അതായത് അവരുടെ ബിസിനസ്. ഇതെന്ന് പറയുമ്പോൾ അവരുടെ ഗ്രൂപ്പിനെ മൊത്തത്തിൽ ബിസിനസ്സിൻ്റെ ടോട്ടൽ നമ്മളതിനെ അറിയപ്പെടുന്ന അവരുടെ മൊത്തം ബിസിനസ്സിനെയും അവരുടെ ഒരു ഗ്രൂപ്പ് എന്നായിരിക്കും നമ്മൾ അറിയപ്പെടുന്നത്. റിലയൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ റിലയൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ റിലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ടോട്ടലി നമ്മൾ അവരെ മൊത്തത്തിൽ പറയുന്നതായിരിക്കും കമ്പനി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സബ് കമ്പനി, അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് കമ്പനി കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് അവരുടെ ഒരു ബിസിനസ്, ഒരു പർട്ടിക്കുലർ ബിസിനസ് മാത്രമാണ് ഒരു കമ്പനി കോഡായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യം മെയിൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം സബ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം അത് തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്നു. അതായത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു സബ് കമ്പനിയാണ് റിലയൻസ് ജിയോ എന്നുള്ളത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്തു, അവരുടെ ബ്രാഞ്ചസ് എവിടെയൊക്കെ ഉണ്ടെന്ന് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് നമ്മൾ ക്രെഡിറ്റ് സെയിൽ ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് ചെയ്യുന്ന ലിമിറ്റാണ്, അത് ക്രിയേറ്റ് ചെയ്തു. 10 lakhs ആണ് നമ്മളവിടെ സെറ്റ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം അത് കമ്പനി കോഡുമായിട്ട് അസൈൻ ചെയ്തു. ഇപ്പോൾ റിലയൻസ് ജിയോയ്ക്ക് 10 lakhsന് മുകളിലുള്ള ഒരു ക്രെഡിറ്റ് സെയിൽ ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അതിനനുസരിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്താലും മതി, അല്ലെങ്കിൽ അതിനുശേഷം അത് അതാത് റെസ്പെക്റ്റീവ് കമ്പനി കോഡുമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റർപ്രൈസസ് സ്ട്രക്ചറിനകത്ത് വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിംഗ് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.